ഇസ്രയേലും അമേരിക്കയും സംഘടിതമായി ഇറാനുമേൽ ഫെബ്രുവരി 28 മുതൽ ആരംഭിച്ച യുദ്ധത്തിന് മറുപടിയായി കൂടുതൽ കരുത്തോടുകൂടി ഇറാന്റെ പ്രത്യാക്രമണം ആരംഭിക്കാൻ പോകുന്നതായി റിപ്പോർട്ട്. ഡൊണാൾഡ് ട്രംപിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും നേതൃത്വത്തിൽ ഇറാനെതിരെ നടത്തിയ ആക്രമണത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇറാന്റെ ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ, സൈനിക മേധാവികളുമൊക്കെ വധിക്കപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനിലേക്ക് കരമാർഗം കൂടി ആക്രമണം ഘടിപ്പിക്കാൻ അമേരിക്ക തീരുമാനമെടുത്തു. കൂടുതൽ സൈനികരെ അയക്കാനുള്ള സാധ്യതയും കണക്കിലാക്കിക്കൊണ്ട് ഇറാൻ പ്രത്യാക്രമണത്തിന് ഒരുങ്ങുന്നു. ഇറാന്റെ ഭരണകൂടം ആണവായുധം നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങൾ ഊർജിതമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആണവായുധം അനിവാര്യമാണെന്ന നിലപാടിലാണ് ഇറാനിലെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാന്റെ ആണവ നയത്തിൽ വലിയൊരു മാറ്റമാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. വർഷങ്ങളായി ഇറാൻ പിന്തുടർന്നു പോന്നിരുന്ന നിലപാട് ആണവായുധങ്ങൾ ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതായിരുന്നു. എന്നാൽ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനിയുടെ മരണം, അതിന് തൊട്ടു പിന്നാലെ രാജ്യത്ത് പിടിമുറുക്കിയ ഹാർഡ് ലൈൻ നേതാക്കൾ നയം തിരുത്താനൊരുങ്ങുകയാണ് എന്നതാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അന്താരാഷ്ട്ര ആണവ വ്യാപന നിരോധന കരാറിൽ നിന്നും പിന്മാറാനും പരസ്യമായി ആണവായുധങ്ങൾ നിർമ്മിക്കാനും അവർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇസ്രയേൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആണവായുധം മാത്രമാണ് ഏക പോംവഴിയെന്ന് ഇറാന്റെ സൈനിക വിഭാഗമായ IRGC വിശ്വസിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഒരു കരയുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇറാൻ വലിയ തോതിലുള്ള പ്രതിരോധ സന്നാഹങ്ങളാണ് ഒരുക്കുന്നത്. 10 ലക്ഷത്തോളം സൈനികരെ യുദ്ധത്തിനായി സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുക എന്നതും ഇറാന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഇതിന്റെ ഭാഗമായി പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിൽ ശത്രു സൈന്യത്തെ തടയാൻ കരയിലും കടലിലും മൈനുകൾ വിതറി അവർ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമേൽ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണി മുൻപ് വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഭീഷണി മാറ്റിക്കൊണ്ട് 10 ദിവസത്തേക്ക് ഇനി ഊർജ്ജ നിലയങ്ങളെ ആക്രമിക്കില്ല എന്ന് ട്രംപ് പറയുന്നുണ്ട്.